ഗുഡ് മോർണിംഗ് ഓൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് എർത്ത് സർഫസ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി ഇൻറ്ററാക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ദാറ്റ് ഇസ് EMR, or energy interaction with the atmosphere and with the earth's surface, play a vital role in remote sensing. The knowledge of energy interaction with the different features of the earth's surface help us interpreting the remotely sensed image. A given feature will have different reflection properties in different wavelength of the energy spectrum. അപ്പോൾ നമ്മൾ എനർജി ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കൽ എന്താണ്? ഇറ്റ് ഈസ് വെരി ഇൻഎവിറ്റബിൾ. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി ഇൻട്രാക്ഷൻ, നമ്മൾ അറ്റ്മോസ്ഫിയറിലും അതുപോലെ തന്നെ എർത്ത് സർഫസിലുള്ള എനർജി ഇൻട്രാക്ഷൻസ് നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കൽ നമ്മൾ ഒരു ഇന്നൊവേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു എനർജി ഇൻട്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിമോട്ട്ലി സെൻസ്ഡ് ആയിട്ടുള്ള ഇമേജസിനെല്ലാം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇനി ദ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഇൻഫ്ലുവൻസ് ബോത്ത് ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ ആൻഡ് ഔട്ട് ഗോയിങ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ അറ്റ്മോസ്ഫിയർ, അതിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷൻ, അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ്റെ, അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് ടെറസ്ട്രിയിൽ നിന്ന് വരുന്ന ഔട്ട് ഗോയിങ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ റേഡിയൻസ് എന്ന് പറഞ്ഞാൽ എനർജി റിഫ്ലക്റ്റഡ് ബൈ ദി സർഫസ് received at satellite is a result of electromagnetic radiation that undergoes several processes which are wavelength dependent. അപ്പോൾ നമ്മൾ സാറ്റലൈറ്റിൽ കിട്ടുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ, ദാറ്റ് റേഡിയൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നമ്മളെ എർത്ത് ആയിട്ടുള്ള കുറേ ഇൻട്രാക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സാറ്റലൈറ്റിന് ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് കിട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന എന്താണ്, ആ ഒരു ഇമേജിനെ കുറിച്ച് നമുക്ക് ഇമേജിൽ നിന്ന്, ഒരു റിമോട്ട്ലി സെൻസ്ഡ് ആയിട്ടുള്ള ഇമേജിൽ നിന്ന് കറക്റ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കൽ എന്താണ്, ഇറ്റ് ഈസ് ഇന്നോവേറ്റബിൾ. ഇനി എനർജി ഇൻട്രാക്ഷൻസിൽ വരുന്നതാണ് സ്കാറ്ററിംഗ് ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, അബ്സോർപ്ഷൻസ് ഉണ്ട്. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീഡയറക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ബൈ പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഓർ ലാർജ് മോളിക്യൂൾസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്. Scatter differs from reflection in that the direction associated with the scattering is unpredictable, whereas direction of reflection is predictable. സ്കാറ്റർ ചെയ്ത് പോവാം, നമ്മൾ വലിയ മോളിക്യൂൾസിനൊക്കെ ആയിട്ട് ഒന്ന് ഇൻറ്ററാക്ട് ചെയ്തിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലാർജ് മോളിക്യൂൾസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ഇതിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഇൻറ്ററാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്കാറ്റർ ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട് റീഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ സ്കാറ്ററിങ് റിഫ്ലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്കാറ്ററിങ്ങിൽ റീഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ റിഫ്ലക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കിട്ടിയാൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടിയാൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആ റീഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഫ്ലക്ഷനിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ടൈപ്പ് ഓഫ് സ്കാറ്ററിങ്, ഏത് ടൈപ്പ് സ്കാറ്ററിങ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് ഉണ്ട്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയൻ, സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ, ഡസ്റ്റ് വാട്ടർ ഡ്രോപ്ലെറ്റ് എൻകൗണ്ടർ. അപ്പോൾ ഇതാണ് എന്ത്, ഏത് ടൈപ്പ് സ്കാറ്ററിങ് ഒക്കെ നടക്കുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, വേവ് ലെങ്ത്, അതുപോലെ തന്നെ അത് ഇൻറ്ററാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂളിൻ്റെ സൈസ്. ഇതാണ് സ്കാറ്ററിങ്ങിൻ്റെ ഒരു ഫിഗറായിട്ട് വരുന്നത്. സൺലൈറ്റ് ഈ മോളിക്യൂൾസിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, റീഡയറക്റ്റ് ചെയ്ത് പോവാം. ഇത് ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട്
റീഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്താ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് സ്കാറ്ററിങ്, 3 തരത്തിലുള്ള സ്കാറ്ററിങ് നമുക്ക് പഠിക്കാനുണ്ട്. റിലേ സ്കാറ്ററിങ് ഉണ്ട്, മൈ സ്കാറ്ററിങ് ഉണ്ട്, നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് ഉണ്ട്. റിലേ സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾ ഡയമീറ്റർ ആർ മച്ച് സ്മോളർ ദാൻ ദാറ്റ് ദി വേവ് ലെങ്ത് ഓഫ് ദി റേഡിയേഷൻ. നമ്മൾ ആ ഇൻ്ററാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ സൈസ് ഈസ് മച്ച് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് വേവ് ലെങ്ത് വരുമ്പോഴാണ് എന്ത് വരുന്നത്, റിലേ സ്കാറ്ററിങ് വരുന്നത്. ഇറ്റ് ഈസ് കോമൺ ഇൻ ഹൈ അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഈസ് 3 to 8 കിലോമീറ്ററിലാണ് എന്ത് വരുന്നത്, റിലേ സ്കാറ്ററിങ് കൂടുതലായിട്ട് വരുന്നത്. റിലേ സ്കാറ്ററിങ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇൻവേഴ്സ് ഓഫ് ദി വേവ് ലെങ്ത് റൈസ്ഡ് ടു ദി 4th പവർ. അപ്പോൾ റിലേ സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ⁴ ആണ്. ഷോർട്ടർ വേവ് ലെങ്ത് ആർ സ്കാറ്റേർഡ് മോർ ദാൻ ലോങ്ങർ വേവ് ലെങ്ത്. ഷോർട്ടർ വേവ് ലെങ്ത് ആണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യുന്നത്. അറ്റ് ഡേ ടൈം സൺറൈസ് ട്രാവൽ ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ബ്ലൂ സ്കൈ. ഒരു സ്കാറ്ററിംഗ് ഒക്കെ കൊണ്ടാണ് നമ്മൾ കുറേ ഫിനോമിനൻസ്, നാച്ചുറൽ ഫിനോമിനൻസ് നമുക്ക് സ്കൈ ബ്ലൂ ആയിട്ട് കാണാൻ എന്താണ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി സ്കാറ്ററിങ്. നിങ്ങളൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ. അപ്പോൾ അറ്റ് ഡേ ടൈമിൽ നമ്മൾ സ്കൈ ബ്ലൂ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ സൺറൈസ് ട്രാവൽ ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ. അതുകൊണ്ടാണ്. അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ് ദ സൺ ട്രാവൽ ലോങ്ങർ ഡിസ്റ്റൻസ് ആൻഡ് അറ്റ് സർഫസ് ബിഫോർ ദേ റീച്ച് ദ സർഫസ് ദ സ്കൈ അപ്പിയേഴ്സ് ഓറഞ്ച് റോഡ്. അപ്പോൾ സൺറൈസിൻ്റെയും സൺസെറ്റിൻ്റെ ഒക്കെ സമയത്ത് സൺ റേസിന് എന്ത് ചെയ്യണം, കൂടുതൽ സഞ്ചരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓറഞ്ചും റെഡായിട്ട് വരുന്നത്. ടെൻസ് ടു ഡൊമിനേറ്റ് അണ്ടർ മോസ്റ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ സ്കൈ ബ്ലൂ ആവാനും അതുപോലെ തന്നെ സൺറൈസിനും സൺസെറ്റിൻ്റെ സമയത്ത് സ്കൈ ഓറഞ്ച് റെഡ് ആവാനൊക്കെ കാരണങ്ങൾ എന്താണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദി സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. സ്കാറ്ററിങ് ആണ് കാരണം. അപ്പോൾ റിലേ സ്കാറ്ററിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് വേവ് ലെങ്ത്ത് കൂടുന്തോറും എന്ത് ചെയ്യും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ഇനി മൈ സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ വെൻ ഡയമീറ്റർ ആർ ഇക്വാലൻ്റ് ടു വേവ് ലെങ്ത്. വേവ് ലെങ്ത്തും ആ ഇൻസിഡൻ്റ് ചെയ്യുന്ന ഡയമീറ്റർ ഓഫ് ദി പാർട്ടിക്കിളും ഏകദേശം ഈക്വൽ ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, മൈ സ്കാറ്ററിങ് വരുന്നത്. വാട്ടർ വേപ്പർ ആൻഡ് ഡസ്റ്റ് ആർ മേജർ കോസസ് ഓഫ് മൈ സ്കാറ്ററിങ്. വാട്ടർ വേപ്പറും ഡസ്റ്റാണ് മേജർ കോസ് വരുന്നത്. മൈ സ്കാറ്ററിങ് ടെൻസ് ടു ഇൻഫ്ലുവൻസ് ദി ലോങ്ങർ വേവ് ലെങ്ത്. ലോങ്ങർ വേവ് ലെങ്ത്തിനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോമൺ ഓർ ലോവർ അറ്റ്മോസ്ഫിയർ വേർ ലാർജ് പാർട്ടിക്കിൾസ് ആർ മോർ അബണ്ടന്റ് ആൻഡ് ഡൊമിനന്റ് അണ്ടർ ഓവർകാസ്റ്റ് ഗുഡ് ക്ലൗഡ് കണ്ടീഷൻസ്. അപ്പോൾ ലോവർ അറ്റ്മോസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് മൈ സ്കാറ്ററിങ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് ആണ്. ദാറ്റ് ഈസ് ലാർജ് പാർട്ടിക്കിൾ സൈസ് ദാൻ ദാറ്റ് ഓഫ് വേവ് ലെങ്ത്. നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ സൈസ് വളരെ വലുതാണെങ്കിലാണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് എന്ന് വരുന്നത്. വാട്ടർ ഡ്രോപ്ലെറ്റ് ഒരു 5 to 100 millimeter മൈക്രോമീറ്ററുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്, ലാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ, ഇതിലൊക്കെയാണ് എന്ത് വരുന്നത്, നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് വരുന്നത്. നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന് ഇൻഡിപെൻഡൻ്റ് ആണെന്ത്, നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ്. ഓൾ വേവ് ലെങ്ത് ആർ സ്കാറ്റേർഡ് ഈക്വലി. എല്ലാ വേവ് ലെങ്ത്തും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ എ കുഡ് അപ്പിയർ വൈറ്റ്. അപ്പോൾ ഒരു വൈറ്റ് കളറായിട്ടാണ് കാണുക. നമ്മൾ സ്കാറ്റർ ചെയ്ത് വരുന്ന ലൈറ്റ് നമ്മൾ ഒരു വൈറ്റ് കളറായിട്ടാണ് കാണുക. സ്കാറ്റർ ആർ വിസിബിൾ ആൻഡ് നിയർ ടു മിഡ് ഇൻഫ്രാറെഡ് വേവ് ലെങ്ത്. അപ്പോൾ ഏറ്റവും മുകളിൽ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും ഹൈറ്റിൽ വരുന്നത് റിലേ സ്കാറ്ററിങ്, ഒരു മിഡിൽ പോർഷനിലായിട്ട് വരുന്ന മൈ സ്കാറ്ററിങ്ങും, ഏറ്റവും താഴത്ത് വരുന്നതാണ് എന്താ, നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് വരുന്നത്. ഇനി എഫക്റ്റ് ഓഫ് സ്കാറ്ററിങ്, നമ്മൾ റിമോട്ട് സെൻസിങ്ങിൻ്റെ എഫക്റ്റാണ് സ്കാറ്ററിങ്ങിൻ്റെ. ഇറ്റ് കോസ് ഹെയ്സ് ഇൻ റിമോട്ട് സെൻസിങ് ഇമേജസിൽ എന്ത് വരും, ഒരു ഹെയ്സ് വരും. ഹെയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലറായിട്ടുള്ള പോർഷൻസ് വരും. ബ്ലറായിട്ടുള്ള പോർഷൻ കണ്ടാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാം, ദർ ഈസ് സ്കാറ്ററിങ് ഹാപ്പൻഡ്. ഇറ്റ് ഡിക്രീസസ് ദി സ്പേഷ്യൽ ഡീറ്റെയിൽസ് ഓൺ ദി ഇമേജസിലുള്ള സ്പേഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ കുറക്കും. ബ്ലറിങ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പേഷ്യൽ ഡീറ്റെയിൽസ് ഒന്നും കൂടുതലായിട്ട് കിട്ടില്ല. ഇറ്റ് ആൾസോ ഡിക്രീസ് ദി കോൺട്രാസ്റ്റ് ഓഫ് ദി ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് എന്ത് ചെയ്യും, കുറക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എഫക്റ്റ് വരുന്നത്. ഇനി അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, അബ്സോർപ്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് റേഡിയൻ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി.
എന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്തിട്ട് വേറെ ഫോംസ് ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് അബ്സോർപ്ഷൻ എന്ന് പറയാം. അറ്റ്മോസ്ഫിയർ പ്രിവെൻറ്റ് ഓർ സ്ട്രോങ്ലി അറ്റനുവേറ്റ് ട്രാൻസ്മിഷൻ ഓർ റേഡിയേഷൻ ത്രൂ ദി അറ്റ്മോസ്ഫിയർ. An absorption band is a range of wavelength or frequencies in the electromagnetic spectrum within which radiant energy is absorbed by substances as water, carbon dioxide, oxygen, ozone, nitrous oxide. അപ്പോൾ അബ്സോർപ്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വേവ് ലെങ്ത്തിനാണ് ഈ പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിൾസൊക്കെ സബ്സ്റ്റൻസൊക്കെ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്, അതിൻ്റെ റേഞ്ച് ഓഫ് വേവ് ലെങ്ത്തിനാണ് നമ്മൾ അബ്സോർപ്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഇനി 3 ഗ്യാസസ്, ഓസോണ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പോ മെയിനായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓസോൺ എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ. അൾട്രാവയലറ്റ് റേഡിയേഷനാണ് എന്ത് ചെയ്യുന്നത്, ഓസോൺ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത്. നമ്മൾ ഓസോൺ പാളിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഓസോൺ പാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാംഫുള്ളായിട്ടുള്ള അൾട്രാവയലറ്റ് റേസിനൊക്കെ അബ്സോർബ് ചെയ്യുന്ന ആരാണ്, ഓസോണാണ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ അബ്സോർബ് മിഡ് ആൻഡ് ഫാർ ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ലോവർ അറ്റ്മോസ്ഫിയറിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡയോക്സൈഡാണ് നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണം. അതിൻ്റെ കാരണം ഇതാണ്, ദാറ്റ് ഈസ് നമ്മൾ ഇൻസിഡൻ്റ് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആയിരിക്കും. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കൂടിയാൽ എന്ത് ചെയ്യും, ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഈ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യും. ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ അന്തരീക്ഷത്തിലുള്ള താപനില കൂടും. അതിനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇനി വാട്ടർ വേപ്പർ അബ്സോർബ് മിഡ് ഫാർ ഇൻഫ്രാറെഡ് ഇൻ ദി ലോവർ അറ്റ്മോസ്ഫിയർ. ഇനി അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് ആണ് ഇവിടെ കാണിച്ചത്. ദ വേവ് ലെങ്ത് റേഞ്ച് ഇൻ വിച്ച് ദ അറ്റ്മോസ്ഫിയർ പെർട്ടിക്കുലർലി ട്രാൻസ്മിസീവ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അറ്റ്മോസ്ഫിയർ. ഏറ്റവും ട്രാൻസ്മിറ്റൻസ് വരുന്ന വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 0.3 ഏറ്റവും ട്രാൻസ്മിറ്റൻസ് വരുന്നത്. അത് 20 to 1 മൈക്രോമീറ്റർ. ഈ ഒരു വേവ് ലെങ്ത് റേഞ്ചിലൊക്കെ കൂടുതൽ അബ്സോർപ്ഷനാണ്, ട്രാൻസ്മിറ്റൻസ് എന്താണ് വളരെ കുറവാണ്. ഈ ഒരു വേവ് ലെങ്ത്തിലൊക്കെയാണ് എന്ത് വരുന്നത്, കൂടുതലായിട്ടുള്ള ട്രാൻസ്മിറ്റൻസ് വരുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു വേവ് ലെങ്ത്തിലൊക്കെ കൂടുതൽ അബ്സോർപ്ഷനാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് UV വിസിബിൾ റേസ് 0.3 to 0.7 മൈക്രോമീറ്റർ കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നിയർ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ 0.7 to 0.91 മൈക്രോമീറ്റർ. മിഡ് ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ 0.155 to 0.175 മൈക്രോമീറ്റർ. അറ്റ്മോസ്ഫിയർ ട്രാൻസ്മിഷൻ ബാൻഡ്സ് വരുന്നതാണ്. അപ്പോൾ ഇൻഫ്രാറെഡ് വരുന്നത് 3.5 to 4.10 മൈക്രോമീറ്ററിലാണ് വരുന്നത്. മൈക്രോവേവ്സ് വരുന്നത് 7.50 to 11.5 mm അല്ലെങ്കിൽ 20+ mm എന്ത് വരുന്നത്, ട്രാൻസ്മിഷൻ കൂടുതലായിട്ട് വരുന്നത്. എക്സ്റേസ് ആൻഡ് യുറേസ് ആർ വെരി സ്ട്രോങ്ലി അബ്സോർബ്ഡ് ആൻഡ് ഗാമ റേസ് ആൻഡ് IRs ആർ സംവാട്ട് ലെസ് സ്ട്രോങ്ലി അബ്സോർബ്ഡ്. അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ RS സെൻസർ ഡിസൈൻ. നമ്മൾ റിമോട്ട് സെൻസർ ഡിസൈനിൽ എന്തുണ്ട്, നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് വിൻഡോസിനെ കുറിച്ച് അറിയൽ എന്താണ്, ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇനി എനർജി ഇൻട്രാക്ഷൻ വിത്ത് ദി എർത്ത് സർഫസ് ആണ്. അതിൽ വരുന്നതാണ് റിഫ്ലക്ഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട് ആൻഡ് ട്രാൻസ്മിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ഇൻട്രാക്ഷനൊക്കെ പറഞ്ഞു, സ്കാറ്ററിങ് ആണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്മിറ്റൻസും അബ്സോർപ്ഷനും വരുന്നുണ്ട്. ഇനി ഇതിൽ വരുന്നതാണ് എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ. ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, പിന്നെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. All energy reaches the Earth's surface must be reflected, absorbed or transmitted. അപ്പോൾ നമ്മൾ എർത്തിൽ വരുന്ന ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, റിഫ്ലക്റ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണം. The proportion of each depend upon the spectral reflectance properties of the surface material. അതിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ സർഫസ് സ്മൂത്ത്നെസ് റിലേറ്റീവ് ടു ദി റേഡിയേഷൻ വേവ് ലെങ്ത്, ആംഗിൾ ഓഫ് ഇലുമിനേഷൻ. ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്,
ഇത് അബ്സോർബ് ചെയ്ത് പോകണോ, റിഫ്ലക്റ്റ് ചെയ്ത് പോകണോ, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് എനർജി ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, റിഫ്ലക്റ്റ് ചെയ്ത് പോകാം, കുറച്ച് ഭാഗം അബ്സോർബ് ചെയ്ത് പോകാം, ചിലത് എന്ത് ചെയ്യാം, ഇറ്റ് മേ ബി ട്രാൻസ്മിറ്റഡ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് എനർജി ആവാം, അബ്സോർബ്ഡ് എനർജി ആവാം, അതുപോലെ തന്നെ ട്രാൻസ്മിറ്റഡ് എനർജി ആവാം. ഇപ്പോൾ ടോട്ടൽ എനർജിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ടോട്ടൽ ഇൻസിഡൻറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻസിഡൻറ്റ് എനർജി വിൽ ബി ഈക്വൽ ടു റിഫ്ലക്റ്റഡ് എനർജി പ്ലസ് അബ്സോർബ്ഡ് എനർജി പ്ലസ് ട്രാൻസ്മിറ്റഡ് എനർജി. ഇനി ദ പ്രൊപ്പോർഷൻ ഓഫ് എനർജി റിഫ്ലക്റ്റഡ്, അബ്സോർബ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വിൽ വേരി ഫോർ ഡിഫറെൻറ്റ് എർത്ത് ഫീച്ചർ ഡിപ്പെൻഡ് അപ്പോൺ ദർ മെറ്റീരിയൽ ടൈപ്പ് ആൻഡ് കണ്ടീഷൻ. എത്ര കണ്ട് എനർജി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഡിഫർ ചെയ്യുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ആ മെറ്റീരിയൽ ടൈപ്പ് അതിൻ്റെ കണ്ടീഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ദിസ് ഡിഫറെൻറ്റ് പെർമിറ്റ്സ് അസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് ഓൺ എൻ ഇമേജ്. അപ്പോൾ നമുക്ക് ഒരു ഇമേജിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രൊപ്പോർഷൻ ഓഫ് എനർജി റിഫ്ലക്റ്റഡ്, അത് ഓരോ സർഫസിന് വ്യത്യാസമുണ്ട് എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഇമേജിന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ദ വേവ്ലെങ്ത് ഡിപ്പെൻഡൻസ് മീൻസ് ദാറ്റ് ഈവൻ വിത്തിൻ എ ഗിവൺ ഫീച്ചർ ടൈം the proportion of reflected, absorbed and transmitted energy will vary at different wavelength. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം വേവ് ലെങ്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഈ അബ്സോർപ്ഷനും റിഫ്ലക്ഷനും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ എല്ലാം വേവ് ലെങ്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി ഒരു മെറ്റീരിയൽ, ഒരു സർഫസിൽ നമ്മൾ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ അതിൽ വരുന്ന റിഫ്ലക്ഷനും അബ്സോർപ്ഷനും അതുപോലെ തന്നെ ട്രാൻസ്മിഷനും എന്ത് ചെയ്യും, വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ആൾസോ എ വേവ് ലെങ്ത് ഡിപ്പെൻഡൻറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചുരുക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ എനർജി, നമ്മളൊരു ഇൻസിഡൻ്റ് ചെയ്യുന്ന എനർജി റിഫ്ലക്റ്റഡ്, അബ്സോർബ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ സർഫസ് ഫീച്ചേഴ്സിനെയും അതുപോലെ തന്നെ വേവ് ലെങ്ത്തിനെയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. The geometric manner in which an object reflects energy is also an important consideration. This factor is primarily a function of surface roughness of the object. ഇനി നമുക്ക് ജോമെട്രി ഏത് മാനറിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്, അതിനെക്കുറിച്ചും നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ജോമെട്രി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സർഫസ് റഫറൻസിനെയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി രണ്ട് തരത്തിലുള്ള റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. സ്പെക്കുലാർ റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്, ഡിഫ്യൂസ് റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. സ്പെക്കുലാർ റിഫ്ലക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ആർ ഫ്ലാറ്റ് സർഫസസ് ദാറ്റ് മാനിഫെസ്റ്റ് മിറർ ലൈക്ക് റിഫ്ലക്ഷൻ തരുന്ന സർഫസസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്പെക്കുലാർ റിഫ്ലക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. വേർ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇനി ഡിഫ്യൂസ് റിഫ്ലക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റഫ് സർഫസ് ആണ്, ദാറ്റ് റിഫ്ലക്ട് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലും യൂണിഫോം ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഡിഫ്യൂസ് റിഫ്ലക്റ്റേഴ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് എയർ സർഫസ് ആർ നെയ്തർ പെർഫെക്റ്റ്ലി സ്പെക്കുലാർ ഓർ ഡിഫ്യൂസ് റിഫ്ലക്റ്റേഴ്സ്. ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ സംവാട്ട് ഇൻ ബിറ്റ്വീൻ ടു എക്സ്ട്രീംസ്. അപ്പോൾ നമ്മൾ എർത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ സ്പെക്കുലാറും അല്ല അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ടറും അല്ല, രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഒരു റിഫ്ലക്റ്റേഴ്സാണ് എർത്ത് സർഫസ് വരുന്നത്. ദ കാറ്റഗറി ദാറ്റ് ക്യാരക്ടറൈസ് എനി ഗിവൺ സർഫസ് ഇസ് dictated by the surface roughness in comparison to the wavelength of the energy incident upon it. When the wavelength of energy is much smaller than the surface height variation or the particle size that make up a surface, the surface is diffuse. ഇനി വേവ് ലെങ്ത് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സർഫസിൻ്റെ ആ ഹൈറ്റ് വേരിയേഷനേക്കാളും കുറവാണെങ്കിൽ എന്താണ്
അതൊരു ഡിഫ്യൂസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ കണ്ടെയ്ൻസ് സ്പെക്ട്രൽ ഇൻഫോർമേഷൻ ഓൺ ദി കളർ. നമുക്ക് കളറിനെ ഡിഫ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് കളർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് കളർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ്. വെറസ് സ്പെക്കുലാർ റിഫ്ലക്ഷൻ ഡി നോട്ട്. അപ്പോൾ സ്പെക്കുലാർ റിഫ്ലക്ഷന് നമുക്ക് എന്ത് കിട്ടാനില്ല, കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെക്ട്രൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. ഹെൻസ് റിമോട്ട് സെൻസിങ് വി ആർ മോസ്റ്റ് ഓഫൺ ഇൻട്രസ്റ്റഡ് ഇൻ മെഷറിംഗ് ദി ഡിഫ്യൂസ് റിഫ്ലക്റ്റൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദി ടെറൈൻ ഫീച്ചേഴ്സ്. അതിൻ്റെ ഡിഫ്യൂസ് റിഫ്ലക്റ്റൻറ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് നമുക്ക് ആവശ്യമുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കളർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇമേജസിനൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. The reflectant characteristics of Earth's surface features may be quantified by measuring the proportion of incident energy that is reflected. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുന്നത് ബൈ മെഷറിംഗ് ദി ഇൻസിഡൻറ്റ് എനർജി എത്ര റിഫ്ലക്റ്റ് ചെയ്തു എന്ന് ബേസ് ചെയ്തിട്ടാണ്. Therefore, reflectant characteristics of a surface features may be quantified by measuring the portion of incident energy that is reflected. This is measured as function of wavelength and this is called spectral reflectance. അപ്പോൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ്. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സർഫസിൽ ഒരു സർഫസ് ഫീച്ചറിൽ ഇൻസിഡൻറ്റ് എനർജി എത്ര കണ്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മെഷർമെൻറ്റിനാണ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വേവ് ലെങ്ത്തിൽ ഇൻസിഡൻറ്റ് എനർജി എത്ര കണ്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് പറയുന്ന പേരാണെന്ത്, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനീഷനാണ്. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വേവ് ലെങ്ത്തിൽ ഒരു സർഫസ് ഫീച്ചറിൽ എത്ര ഇൻസിഡൻറ്റ് എനർജി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ആർ ലാംഡ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ഡിഫൈൻഡ് ആസ് ER ലാംഡ എനർജി റിഫ്ലക്റ്റഡ് ഇൻ ലാംഡ എന്ന് പറഞ്ഞാൽ ഇൻ എ സ്പെസിഫൈഡ് വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ എനർജി ഇൻസിഡൻറ്റ് ഇൻ സ്പെസിഫൈഡ് വേവ് ലെങ്ത് ഇൻറ്റു 100. അപ്പോൾ ഇൻസിഡൻറ്റിൽ എത്ര കണ്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻ എ സ്പെസിഫൈഡ് വേവ് ലെങ്ത് ഈസ് കോൾഡ് എന്താ, സ്പെക്ട്രൽ റിഫ്ലക്റ്റ്. അത് മാത്തമാറ്റിക്കലായിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇൻസിഡൻറ്റ് എനർജിയിൽ ഇതാണ്, ഇൻസിഡൻറ്റ് എനർജിയിൽ എത്ര കണ്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എ പെർട്ടിക്കുലർ വേവ് ലെങ്ത്, അതിനാണ് എന്ത് പറയുന്നത്, വി ആർ കോൾഡ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി സ്പെക്യുലാറും ഡിഫ്യൂസിൻ്റെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ സ്പെക്യുലാർ റിഫ്ലക്റ്റേഴ്സും ഡിഫ്യൂസ് റിഫ്ലക്റ്റേഴ്സും. സ്പെക്യുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെക്യുലാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മിറർ ലൈക്ക് റിഫ്ലക്ഷൻ തരുന്നത്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈക്വലായിട്ട് വരുന്നത്, ഇത് സ്പെക്യുലാറാണ്. ഇത് പെർഫെക്റ്റ് സ്പെക്യുലർ, ഇത് നിയർ സ്പെക്യുലാറാണ്. ഇത് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത് നിയർ പെർഫെക്റ്റ് ഡിഫ്യൂസാണ്, ഇത് ഫുൾ പെർഫെക്റ്റ് ഡിഫ്യൂസാണ്. ഇത് 4 ഭാഗത്തോട്ടും എന്ത് ചെയ്യുക, ഡിഫ്യൂസ് ചെയ്യുക, എല്ലാ ഡയറക്ഷനിലോട്ടും ഡിഫ്യൂസ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഇത് ഒരു നിയർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിഫ്യൂഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ പാസസ് ത്രൂ ദി സസ്പെൻഡ് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് അറ്റനുവേഷൻ. റിഫ്ലക്ഷൻ അബ്സോർപ്ഷൻ എന്നില്ലാതെ ജസ്റ്റ് ഒന്ന് കടന്നു പോകുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ. ട്രാൻസ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ ബൈ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആണെന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇൻസിഡൻറ്റിൽ എത്ര ട്രാൻസ്മിറ്റ് ചെയ്ത് പോയി അതിൻ്റെ ഫ്രാക്ഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ട്രാൻസ്മിറ്റൻസ്. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനർജി ഇൻട്രാക്ഷൻസിനൊക്കെ കുറിച്ചാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത്. സ്കാറ്ററിങ്ങും റിഫ്ലക്ഷനും അബ്സോർപ്ഷനും ട്രാൻസ്മിറ്റൻസും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ്സിനെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്.
ഓരോ സർഫസ് ഫീച്ചർ, എർത്തിലുള്ള ഓരോ സർഫസ് ഫീച്ചേഴ്സിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ്സിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ്